നമസ്കാരം. ഈ ഒരു പകലിലെ നിരവധി വാർത്തകളുമായി ആരംഭിക്കുകയാണ് വാർത്താരംഭം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റ് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള മലയാളികൾ അപകടനില തരണം ചെയ്തു. ആശുപത്രിയിൽ തുടരുന്നത് 14 മലയാളികളടക്കം 31 ഇന്ത്യക്കാർ. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളികളിൽ 4 പേരുടെ സംസ്കാരം ഇന്നലെ ജന്മനാട് വിട നൽകിയത് 12 പേർക്ക്. കോട്ടയം സ്വദേശികളായ 3 പേരുടെ മൃതദേഹം മോർച്ചറികളിൽ. സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സാദിഖ് അലി തങ്ങൾ. മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുന്നു. സദ്ദാം ഹുസൈനെയും പലസ്തീനെയും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമം. വിമർശനം ചന്ദ്രികാ ലേഖനത്തിൽ. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ. കരുണാകരന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി. ഗുരുത്വം നിർവഹിക്കാനാണെന്ന് എത്തിയത്. മുരളി മന്ദിരത്തിലെത്തിയത് പത്മജ വേണുഗോപാലിനൊപ്പം. വെയർ ഹൌസുകളിൽ നിന്ന് ബാർ ഉടമകൾക്ക് ഓൺലൈൻ വഴി മദ്യം വാങ്ങാം. പുതിയ സംവിധാനം ഏർപ്പെടുത്തി ബെവ്കോ. ബാങ്ക് അക്കൌണ്ടിൽ പണമടച്ച ചെലാനും ഇനി നേരിട്ട് ഹാജരാക്കേണ്ടതില്ല. നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യൽ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ. സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇഡി. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞു. കേരളത്തിൽ പച്ചക്കറി വില വീണ്ടും ഉയരാൻ സാധ്യത. പാലക്കാട് വേലന്താളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നതിലും കുറവ്. ോടെ ഇന്ത്യയിൽ വികസിത രാജ്യമാക്കുമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കി. ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗും പ്രമേയ അവതരണങ്ങളും ഇന്ന് ചർച്ചയ്ക്ക്. മുഖ്യമന്ത്രി മറുപടി പറയും. യൂറോ കപ്പിൽ ജർമ്മനിക്ക് തകർപ്പൻ വിജയം. സ്കോട്ട്ലൻഡിനെ തകർത്തത് 1-5 ഗോളിന്. സ്പെയിൻ ക്രൊയേഷ്യ വമ്പൻ പോരാട്ടം ഇന്ന്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. പത്തനംതിട്ട പന്തളം മുടിയൂർ കോണം സ്വദേശി ആകാശ ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. കോട്ടയം സ്വദേശികളായ മരിച്ച 3 പേരുടെ മൃതദേഹം മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങ് നാളെയും, പാമ്പാട് സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെ പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. അതേസമയം ഏറെ ആശ്വാസമുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. പത്തനംതിട്ടയിലേക്കും കൊട്ടാരക്കരയിലേക്കും കോട്ടയത്തേക്കും പോകേണ്ടതുണ്ട്. ആദ്യം പത്തനംതിട്ടയിലേക്കാണ്. ആദ്യം അവിടെ ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, ഇന്നലെ തന്നെ ജന്മനാട് വിട നൽകി കഴിഞ്ഞിരുന്നു. 11ഓളം പേർക്ക് മലയാളികളായ കുവൈറ്റിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് എന്താണ് പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം? ഇന്ന് ആരുടെയൊക്കെ സംസ്കാരമാണ് അവിടെ നടക്കാനുള്ളത്? ഇന്ന് ആകാശിന്റെ സംസ്കാരമാണ് നടക്കുന്നത്. ആകാശിന്റെ മൃതദേഹം ഇന്നലെ ഇടിഞ്ഞിടത്ത് ഇന്നലെ കളക്ടർ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് മോർച്ചറിയിലേക്ക് മാറ്റുകയാണുള്ളത്. മോർച്ചറിയിൽ നിന്നും അല്പസമയത്തിനകം, അതായത് 11 മണിയോടുകൂടി വീട്ടിലെത്തിക്കും. വീട്ടിൽ 11 മണി മുതൽ പൊതുദർശനത്തിൽ വയ്ക്കും. അതിനുശേഷം 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ
നടക്കുക. എന്തായാലും വലിയ ഒരു ദുഃഖാർഹമായ ഒരു അന്തരീക്ഷമാണ് പന്തളത്തെ ഇപ്പോൾ മുടിയൂർക്കോണത്തെ ആകാശിന്റെ വീട്ടിലുള്ളത്. ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഇന്നലെയും ഇന്നുമായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം ആകാശിനെ കാണാനും ഒപ്പം അന്ത്യാഞ്ജലി അർപ്പിക്കാനുമുള്ള ആളുകളാണ് കൂടുതലും ഈ വീട്ടിലേക്ക് വരുന്നത്. ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനൊക്കെ എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്തായാലും വലിയൊരു ദുഃഖത്തിൽ തന്നെയാണ് കുടുംബവും ബന്ധുക്കളും ഉള്ളത്. ആകാശിന്റെ അമ്മ ഇപ്പോഴും ആകാശിന്റെ മരണവാർത്ത കേട്ടതിന് ശേഷം ഇതുവരെ ബോധരഹിതരായി കിടക്കുകയും പിന്നീട് ആശിക്കൊണ്ട് പിന്നെ ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ആകാശിന്റെ അമ്മയുള്ളത്. മൃതദേഹം മോർച്ചറിയിൽ നിന്നും എത്തിക്കുന്നതിനുള്ള നടപടികൾക്കായി ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. എടപ്പോൺ ജോസ്കോ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ എത്തിക്കും. മൃതദേഹം 11 മണിക്കാണ് പ്രദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. 2 മണിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ആകാശിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. നാട്ടുകാർക്കും ബന്ധുക്കളും ഒക്കെ അത് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. നമ്മളിവിടെ എത്തിയ സമയം മുതൽ ആകാശിനെ കുറിച്ച് വളരെ ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബന്ധുക്കളും ഒക്കെ നോക്കിക്കണ്ടിരുന്നത്. 8 വർഷം മുമ്പാണ് കുവൈറ്റിലേക്ക് ആകാശ് പോകുന്നത്. തുടർന്ന് കഴിഞ്ഞ 1 വർഷം മുമ്പ് നാട്ടിൽ അവധിക്ക് വരികയും പിന്നീട് ഈ ഓണത്തിന് വരാനിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു അന്ത്യം സംഭവിച്ചത്. ആ നെടുക്കത്തിലാണ് മുടിയൂർക്കോണം ഗ്രാമവാസികള്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ 8 വയസ്സിലാണ് ആകാശിനെ നഷ്ടപ്പെട്ടത്. തുടർന്ന് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് 2 മക്കളും ആകാശിന്റെ സഹോദരിയും വളർത്തിയത്. സഹോദരി വിവാഹത്തിന് ശേഷം ആകാശ് വിദേശത്ത് പോവുകയും തുടർന്നാണ് വീടൊക്കെ ഒന്ന് പുതുക്കി പണിയും വീടെല്ലാം വെക്കുകയൊക്കെ ചെയ്ത് അത്തരത്തിലുള്ള ജീവിത സാഹചര്യമാണ് ആകാശിനുണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ വിവാഹമാണ് ആകാശം നടക്കാനുണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് ബന്ധുക്കളും ഉണ്ടായിരുന്നത്. അതെല്ലാം അപ്രതീക്ഷിതമായുള്ള വിയോഗത്തിന് നഷ്ടമായിരിക്കും എന്നുള്ള വേദനയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ബന്ധുക്കളും അത്ര തന്നെയാണ് പങ്കുവെക്കുന്നത്. നാട്ടിലെത്തിയാൽ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ബന്ധുക്കളും എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരണമുള്ള ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖത്തിലാണ് ആകാശിന്റെ സുഹൃത്തുക്കളും ഉള്ളത്. എന്തായാലും 11 മണിക്ക് മൃതദേഹം ഇവിടെ എത്തിക്കും. അതിനുശേഷം പൊതുദർശന ശേഷം 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാഷ്ട്രീയ സാമൂഹിക സംസ്കാര രംഗത്തെ ആളുകൾ എല്ലാം തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. നമുക്ക് കൊല്ലത്തേക്ക് പോവേണ്ടതുണ്ട്. അവിടെ വിനീഷ് കൊട്ടാരക്കരയുണ്ട്. വിനീഷ്, കൊല്ലത്തിന്ന് സാജൻ ജോർജിന്റെ സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴത്തേക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? വീട്ടിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കൊല്ലത്ത് പുല്ലൂർ സ്വദേശിയായ സാജൻ, അതുപോലെ തന്നെ വെളിച്ചക്കാല സ്വദേശിയായ ലൂക്കോസ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇനി നടക്കുന്നത്. ഏകദേശം 10:30 കൂടിയായിരിക്കും സാജന്റെ മൃതശരീരം വീട്ടിലേക്ക്. കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ സംസ്കാരം ഇന്നുണ്ടാകും. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. കോട്ടയത്തേക്ക് കൂടി പോവേണ്ടതുണ്ട്. കോട്ടയത്ത് ജി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹം ഇപ്പോഴും മോർച്ചറികളിലാണ്. എപ്പോഴത്തേക്ക് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും? അവിടുത്തെ ഇവരുടെ വീടുകളിലെ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? ഭവ്യ, നാളെയും മറ്റന്നാളുമായാണ് ഈ 2 പേരുടെയും സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്. നാളെ 2 പേരുടെ സംസ്കാരമുണ്ട്. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും ഒപ്പം തന്നെ പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം നാളെ നടക്കും. മറ്റന്നാളാണ് സ്റ്റെഫിന്റെ സംസ്കാരം ഉള്ളത്. ശ്രീഹരിയുടേത് ഇത്തിത്താനത്ത് തന്നെയാണ് നടക്കുക. ഒപ്പം തന്നെ ഷിബു വർഗീസിൻ്റെത് അവിടെ ഈ പായിപ്പാട് തന്നെ ഉള്ള പള്ളിയിൽ, അവരുടെ ഇടവക പള്ളിയിൽ നടക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ 2 പേരുടെയും മൃതദേഹം, ഒരാളുടേത് തുരുത്തിയിലും ഒരാളുടേത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മൃതദേഹങ്ങൾ ഉള്ളത്. സ്റ്റെഫിൻ്റെത് കോട്ടയത്ത് മന്ദിരം ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ശ്രീഹരിയെ സംബന്ധിച്ച് ശ്രീഹരിയുടെ പിതാവും ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഈ അപകടത്തിൽ പെട്ടിട്ടില്ല. ഇന്നലെ അദ്ദേഹം ഇന്നലെ രാവിലെ തന്നെ നാട്ടിൽ തിരിച്ചെത്തി. ഈ അപകടമുണ്ടായ ദിവസം പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടി അദ്ദേഹം ഈ ശ്രീഹരി പിതാവിന് ഫോൺ ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഇത്തരം
ദുരന്തം വളരെ വേദനിപ്പിക്കുന്നത്. എന്ത് കാര്യത്തിലാണ് മകൻ വിളിച്ചത്? ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പറയാനോ വിളിച്ചതാകാം എന്നാണ് പിതാവ് കരുതുന്നത്. മകന്റെ അവസാനത്തെ ഫോൺ കോൾ എടുക്കാൻ പോലും കഴിയാത്തത്ര വിഷമത്തിലാണ് ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് ഉള്ളത്. ഷിബു വർഗീസിന്റെ കാര്യത്തിൽ ഒരു കുഞ്ഞു മകളാണുള്ളത്, 3 വയസ്സുള്ള മകളാണുള്ളത്. ഭാര്യ ചങ്ങനാശ്ശേരിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷിബു വർഗീസ് മാത്രമാണ് അവിടെയുള്ളത്. ഷിബു വർഗീസിനൊപ്പം ഷിബു വർഗീസിന്റെ മറ്റൊരു ബന്ധു കൂടി, ചെങ്ങന്നൂർ സ്വദേശിയായ ബന്ധു കൂടി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹമാണ് ഷിബുവിനെ അവിടേക്ക് കൊണ്ടുപോയത്. ഷിബുവിന്റെ ജ്യേഷ്ഠൻ ഷിജു വർഗീസും ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അതിന് സമീപത്ത് തന്നെ കുടുംബമായി താമസിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം കൂടി എത്തുന്നത് കൊണ്ടാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എങ്ങാണ്ട് യാത്ര തിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം, രണ്ടുപേരുടെയും സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റന്നാൾ സ്റ്റെഫിന്റെ ഈ സംസ്കാരം നടക്കും. സ്റ്റെഫിന്റെ പുതുതായി വെച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അല്പസമയം മൃതദേഹം ഇറക്കി വെക്കും എന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. വളരെ വേദനാജനകമായ സാഹചര്യം തന്നെയാണ് ഓരോ കുടുംബത്തിൻ്റെയും ഉള്ളത്. ഓരോ കുടുംബത്തിലും ഓരോ ചെറുപ്പക്കാർക്കും നാട്ടിൽ ഉള്ള വളരെ നല്ല ചെറുപ്പക്കാരെന്നുള്ള അഭിപ്രായം, വലിയ എന്താ പറയുക, ഒരുപാട് സുഹൃത്തുക്കൾ, അവരെല്ലാവരും വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇന്നലെ മോർച്ചറികളിലെത്തി മൃതദേഹം സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞത്. എന്തായാലും നാളെയും മറ്റന്നാളും കോട്ടയം സ്വദേശികളുടെ സംസ്കാരം നടക്കും. ഭവ്യ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മാത്തിൽ സ്വദേശി സേതു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18 പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവരുടെ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് വന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. എല്ലാവരും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലുണ്ടായത് അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനി എല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട് ഇനി തിരിച്ചു പോകാൻ നിന്നതാണോ, എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 മാസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. കെ വി ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തി. പള്ളിയിലെ വികാരി ജനുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപും ലൂർദ് മാതാ പള്ളിയിൽ സുരേഷ് ഗോപി എത്തിയിരുന്നു. തീർത്തും വ്യക്തിപരമായ കുടുംബകാര്യത്തിന്, മകളുടെ വിവാഹത്തിന് മുൻപ് ഉള്ള ഒരു പ്രാർത്ഥനയ്ക്കായിരുന്നു സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിലെത്തിയത്. മാതാവിന് സ്വർണ്ണ കിരീടം അത് സുരേഷ് ഗോപി സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും കേന്ദ്രമന്ത്രിയായതിനു ശേഷം ലൂർദ് മാതാ പള്ളിയിലെത്തിയിരിക്കുകയാണ്. തൃശൂരിലെ ലൂർദ് മാതാ പള്ളിയിലെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ
സന്ദർശനമാണ് ലൂർദ് മാതാ പള്ളിയിൽ എത്തി മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സുരേഷ് ഗോപിയാണ് കാണുന്നത്. ഇതിനു മുൻപും സുരേഷ് ഗോപി പള്ളിയിലെത്തിയിരുന്നു. അന്ന് സ്വർണ്ണ കിരീടമായിരുന്നു മാതാവിന് സമർപ്പിച്ചത്. ഇപ്പോൾ ഒരു സ്വർണ്ണമാല മാതാവിന് സമർപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. അതിനുശേഷം വികാരിയുമായി അദ്ദേഹം സംസാരിച്ചു. കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും അദ്ദേഹം സന്ദർശിച്ചിരുന്നു അല്പസമയം മുൻപ്. ഭാരതമാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കെ കരുണാകരനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. പത്മജ വേണുഗോപാൽ അടക്കമുള്ള BJP നേതാക്കൾക്കൊപ്പമായിരുന്നു മുരളി മന്ദിരത്തിൽ എത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലീഡർ ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ. ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും മര്യാദയല്ല. പക്ഷേ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും. കേരളത്തിന് ആവശ്യമില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ടാകണം. നിലവിലെ റെയിൽ പാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ റെയിലിന്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെപ്പോലും ഹൃദയനൊമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിന്റെ പേരിലുള്ള ഒരു അധമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതില്ലേ? അപ്പൊ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത്? ആർജവമുണ്ടെങ്കിൽ 2 ലൈന് കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം. 2 ട്രാക്ക് കൂടി കൊണ്ടുവരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരതിന്റെ ഇന്റർമിറ്റന്റ് സർവീസസ് ഉണ്ട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. മെട്രോ റെയിലിന് തുല്യമാണ് 2 സിറ്റി അല്ലെങ്കിൽ 3 സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമിറ്റന്റ് സർവീസ്. അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും. പക്ഷെ അന്നേരം പിന്നെ ചില മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ദുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൌബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, നടൻ സൌബിൻ ഷാഹിറിനെ ഇഡി ചോദ്യം ചെയ്തു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. ഈ ചോദ്യം ചെയ്യൽ എപ്പോഴായിരുന്നു? എന്താണ് ചോദ്യം ചെയ്യലിന് ശേഷം ഇഡിയുടെ നിലപാട്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, ഇന്നലെയാണ് സൗബിനെ ചോദ്യം ചെയ്തത്. പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സിന് 7 കോടി രൂപ നിക്ഷേപിച്ചിട്ടും ലാഭവിഹിതം നൽകില്ലെന്ന് ആരോപിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലായിരുന്നു ഇഡിയുടെ അന്വേഷണം. ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് സൗബിനെ ഇന്നലെ ചോദ്യം ചെയ്തത്.
നിർമ്മാതാവ് അതുപോലെ പറവ ഫിലിംസിനൊപ്പം നിർമ്മാതാവ് കോ പ്രൊഡ്യൂസർ കൂടിയായിരുന്ന ഷോൺ ആന്റണിയെ നേരത്തെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നേരത്തെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിർമ്മാതാക്കൾ നടത്തിയത് മുൻ ധാരണ പ്രകാരമുള്ള ചതിയെന്നാണ് റിപ്പോർട്ടിൽ കാണിച്ചത്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ച ശേഷമാണ് ഈ ചതി മുൻധാരണ പ്രകാരമുള്ള ചതി നടത്തിയതെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. 22 കോടി രൂപയാണ് സിനിമയ്ക്കായിട്ട് 22 കോടി രൂപയാണ് സിനിമയ്ക്കായി ചെലവായതെന്ന ആണ് നിർമ്മാതാക്കളുടെ ഈ വാദം കള്ളമാണ്. അതായത് 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിംസ് തിരികെ നൽകിയിട്ടില്ല. അതായത് ലാഭവിഹിതത്തിന്റെ 40% തിരികെ നൽകാമെന്നായിരുന്നു ഈ സിറാജ് വലിയ തുറയുമായുള്ള ഒരു ഡീൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് ഇത്രയധികം, അതായത് 250 കോടിയോളം കളക്ട് ചെയ്തിട്ടും വാങ്ങിയ പണത്തിന് 7 കോടി രൂപയാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. അതിന്റെ ഒരു ഭാഗം പോലും നൽകിയിട്ടില്ല. അതായത് ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ സൂചനയുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. അതായത് സൗബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു, ഇനി വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇഡിയുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണത്തിന്മേലാണ് ഇഡി കേസിൽ ഇടപെട്ടത്. മാത്രമല്ല സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇഡി പറയുന്നതിനോടുകൂടി ഇനിയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. ഒരുപാട് വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് കൃത്യമായി സൗബിൽ നിന്ന് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഇതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം സൗബിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ? സൗബിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല ഭവ്യ. മാത്രമല്ല ഇഡി ഇക്കാര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുമെന്ന് സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം തന്നെ ഇത്തരത്തിൽ സിനിമാ രംഗത്തേക്ക് കൂടുതൽ കള്ളപ്പണം ഒഴുക്കുന്നുണ്ട് എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഒരുപക്ഷെ ഇഡി അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൗബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് മാത്രമല്ല, ഇതിന്റെ നിർമ്മാതാവ് കോ പ്രൊഡ്യൂസർ ആയിരുന്ന ഷോണിനെ കൂടി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു ഷോൺ ആന്റണിയെ കൂടി ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സിറാജിന്റെ പരാതി അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം തുടങ്ങിയതെങ്കിൽ പോലും ഇതിലേക്ക് വന്നിട്ടുള്ള കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ഇഡി ഇതിൽ ഇടപെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടി, ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരിലേക്കും മറ്റു താരങ്ങളിലേക്കും അന്വേഷണം പോവാനുള്ള, ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? മറ്റ് അണിയറ പ്രവർത്തകർക്ക് ഇതിൽ ബന്ധമില്ല ഭവ്യ. കാരണം നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുള്ളത്. നിർമ്മാതാക്കൾക്കെതിരെ ആണ് ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ലാഭവിഹിതം നൽകിയില്ലെന്ന് കാട്ടി ഇതിലേക്ക് പണം നിക്ഷേപിച്ച അരൂർ സ്വദേശിയായിരുന്ന സിറാജ് വലിയതുറ നൽകിയ പരാതിയിന്മേലാണ് ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. അത് നിർമ്മാതാക്കളെ ബാധിക്കുന്ന കാര്യമാണ്. മറ്റണിയറ പ്രവർത്തകരെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാളുകളെയോ ഇത് ബാധിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ശരി, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു ഏറെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. CPM-നെതിരെ സാദിഖ് അലി തങ്ങൾ മതത്തെ ഇരുതലമൂർച്ചയുള്ള വാളായി CPM ഉപയോഗിക്കുന്നു. സദ്ദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരീം കെയും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമെന്നും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. സംസ്ഥയെ CPM രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചതായും ചന്ദ്രികാ ലേഖനത്തിൽ വിമർശനമുണ്ട്. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി സാദിഖ് അലി തങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം, ഏറ്റവും പ്രധാനമായി മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി CPM ഉപയോഗിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതും ചന്ദ്രികാ ലേഖനത്തിൽ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്? ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്?
മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ നേരത്തെ തന്നെ നിശ്ചിതമായ വിമർശനം CPM-ന് നേരെ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ സമസ്തയുമായി CPM അടുക്കുന്നു, അല്ലെങ്കിൽ സമസ്ത നേതാക്കൾ കൂടുതലായി CPM വശത്തേക്ക് ചേരുന്നു എന്നത് വലിയ ആശങ്കയാണ് ലീഗിനെ സൃഷ്ടിച്ചത്. പൊന്നാനിയിലും മലപ്പുറത്തും അടക്കം വോട്ട് വീതത്തിൽ വലിയ ചോർച്ച വരും എന്നടക്കമുള്ള ആശങ്കകളും ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി, തകർപ്പൻ വിജയം നേടാൻ ലീഗ് അടക്കമുള്ള UDF-ന് കഴിയുകയും ചെയ്തു. ഇത്തരം സാഹചര്യത്തിലാണ് CPM-നെ വിശദമായി വിമർശിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. മതങ്ങളെ കമ്മ്യൂണിസത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് CPM അവതരിപ്പിക്കുന്നു എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. സദാം ഹുസൈനും പാലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ടുകൾ തട്ടുന്നതിനുള്ള ശ്രമം CPM നടത്തി. മതത്തെ ഇരുതലമൂർത്തിയുള്ള വാളായി CPM ഉപയോഗിക്കുന്നു. കോഴിക്കോട്ടെ കരീമക്ക എന്ന പ്രയോഗവും വടകരയിലെ ഏറ്റവും എന്ന കാഫിർ സ്ട്രീറ്റ് ഫുഡും ഇത്തരത്തിലെ ഈ വർഗീയ പ്രചാരണത്തിന്റെ ഭാഗമാണ്. സമസ്തയെ CPM രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാൻ ശ്രമം നടത്തി. സമസ്തയുടെ എന്ന പേരിൽ മരച്ചീണ് വലിച്ചിടാനാണ് CPM ശ്രമിച്ചത്. പൊന്നാനിയിലും മലപ്പുറത്തും ഇതിന് കനത്ത മറുപടി നൽകിയെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. CPM വിതയ്ക്കുന്നത് BJP കൊയ്യുന്നു എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം ഇറങ്ങിയിരിക്കുന്നത്. കാരണം വർഗീയ പ്രചാരണം ഒരു വശത്ത് മുസ്ലിം മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായി നടക്കുമ്പോൾ മറുവശത്ത് ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൂടുതലായി BJP-യിലേക്ക് എത്തുന്നു. ഒപ്പം ക്രൈസ്തവരടക്കമുള്ള വോട്ട് ബാങ്കിൽ നിന്നുള്ള ചോർച്ചയും സംഭവിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ എളമൂരം കരീമക്ക എന്ന പേരിൽ വിശേഷിപ്പിച്ച് പ്രചരണം നടത്തിയതും വടകരയിൽ ഈ കാഫർ എന്ന പേരിൽ സ്ക്രീൻഷോട്ട് ഇറക്കിയതുമൊക്കെ UDF-ന്റെ പ്രധാന പ്രചാരണ വിഷയമായി മാറിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ വടകരയിലെ കാഫർ പ്രചാരണം അത് മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ്. എന്നാൽ അദ്ദേഹമല്ല അതിന് പിന്നിൽ എന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ടും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലേഖനവും പുറത്തിറങ്ങിയിരിക്കുന്നത്. അനീഷ, നേരത്തെ തന്നെ സമസ്തയുമായി CPM അല്ലെങ്കിൽ CPM സമസ്തയുമായി അടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. നമുക്കറിയാം, പൊതുവേദികളടക്കം CPM നേതാക്കൾക്കൊപ്പം സംസ്ഥാന നേതാക്കൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊക്കെയുള്ളൊരു അല്ലെങ്കിൽ CPM-നുള്ളൊരു മുന്നറിയിപ്പായിട്ടാണോ ഇത്തരത്തിലുള്ളൊരു ലേഖനം ചന്ദ്രികയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് വേണോ നമുക്ക് കരുതാൻ? തീർച്ചയായും മുസ്ലിം വിഷയങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും CPM കൈക്കൊള്ളുന്നത്. അതിൽ പാലസ്തീൻ വിഷയമാവട്ടെ, ദേശീയ പൗരത്വ നിയമമാവട്ടെ, ഒപ്പം പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, ഇതിലെല്ലാം CPM വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും അവർ ബഹുജന കൺവെൻഷനുകൾ നടത്തുകയും റാലികൾ നടത്തുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പലപ്പോഴും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പലപ്പോഴും കോൺഗ്രസ് അടക്കമുള്ള UDF കക്ഷികൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മുസ്ലിം സംഘടനകൾ CPM-നോട് കൂടുതൽ അടുപ്പം പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ചും നേരത്തെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തണമെങ്കിൽ മുസ്ലിം ലീഗ് മാത്രം എന്ന ഒരു നിലയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് വിഭിന്നമായി മുഖ്യമന്ത്രിയുമായും CPM-ഉമായൊക്കെ അടുത്ത ബന്ധം പുലർത്താൻ സമസ്തയുടെ നേതാക്കൾക്ക്, ഒപ്പം കാന്തപുരത്തെ പോലുള്ള ആധ്യാത്മിക നേതാക്കൾക്കൊക്കെ കഴിയുന്ന സാഹചര്യം. അവർ പറയുന്ന കാര്യങ്ങൾ സർക്കാരുകൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോലും നീങ്ങിയപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗിൽ ഉടലെടുത്തത്. പക്ഷെ ആ പ്രതിസന്ധി ഒരു വോട്ടായി മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കൃത്യമായൊരു ന്യൂനപക്ഷ പ്രീണന അല്ലെങ്കിൽ അത് തട്ടി വോട്ട് ആക്കാനുള്ള ശ്രമമാണ് CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഭവ്യ, ഉടൻ തന്നെ ഒരു പ്രതികരണം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതണോ അനീഷ? CPM ഇക്കാര്യത്തിൽ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഈ ലീഗിനെ CPM-നോട് അടുക്കാൻ കഴിയുന്ന ഒരു കക്ഷി, അല്ലെങ്കിൽ ഇവരുടെ സെമിനാറുകളിലേക്ക് വിളിച്ചാൽ എത്താൻ കഴിയുന്ന കക്ഷി, പൊതുകാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ട കക്ഷി എന്ന രീതിയിലൊക്കെയാണ് അവർ വിലയിരുത്തിയത്. അതുകൊണ്ട് CPM അതേ അർത്ഥത്തിൽ ലീഗിന് ഇപ്പോൾ മറുപടി നൽകുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും ഈ സംബന്ധിച്ച പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. തീർച്ചയായും മനീഷ, ദയവായി തുടരുക. ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരം കൂടി അറിയേണ്ടതുണ്ട്. വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായി UDF പ്രചരിപ്പിച്ചതായി ആരോപണമുയർന്ന കാഫിർ പ്രയോഗം CPM-ന് തന്നെ തിരിച്ചടിയാകുന്നു. CPM അനുകൂല ഫേസ്ബുക്ക് പേജിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. CPM നേതാവ് KK ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അനീഷ തുടരുന്നുണ്ടെന്ന് കരുതുന്നു. അനീഷ, ഈ പോരാളി ഷാജിയിലേക്കടക്കം അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം CPM കൊടുത്ത അടി തിരിച്ചു കിട്ടി എന്ന് അല്ലെങ്കിൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലേ?
തീർച്ചയായും നമുക്ക് ഏത് രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത് ഇപ്പോഴേ പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും CPM അനുകൂലമായി നിലനിൽക്കുന്ന പേജിൽ നിന്നാണ്, അമ്പാടിമുക്ക് സഹാക്കൾ എന്ന പേജിൽ നിന്നാണ് ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ പോലീസിന് അന്വേഷണത്തിൽ കഴിഞ്ഞിരുന്നത്. ഇത് പല CPM നേതാക്കളും പിന്നീട് ഷെയർ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ചും KK ലതികയെ പോലുള്ള മുതിർന്ന നേതാക്കളും ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു. വടകരയിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രാദേശിക നേതാവായ PK മുഹമ്മദ് ഹാസിം എന്നയാളുടെ പേരിലാണ്, അയാളുടെ ഒരു ചാറ്റ് എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ കാഫിർ പ്രയോഗം അടങ്ങിയ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് തന്റെ സ്ക്രീൻഷോട്ട് അല്ല, അല്ലെങ്കിൽ തന്റെ ഫോണിൽ നിന്നുള്ള അല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹാസിം തന്നെ തന്റെ ഫോൺ പോലീസിന് കൈമാറുകയും പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും വ്യക്തമായത് ഹാസിമിന്റെ സ്ക്രീൻഷോട്ട് അല്ല എന്നതാണ്. ഇതിനുശേഷം ഇതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച് UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ രംഗത്തെത്തുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പോലീസിന് ഒരു മെല്ലപ്പോക്ക് നയമാണ് ഇതിൽ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഹാസിം പിന്നീട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയായിരുന്നു. ഈ ഹർജിയിൽ നൽകിയ മറുപടിയിലാണ് ഇത്തരത്തിൽ ഹാസിമിന്റെ ഫോണിൽ നല്ല ഈ പ്രചാരണം ഉണ്ടായത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം അമ്പാടിമുക്ക് സഹാക്കൾ എന്ന പേജിൽ നിന്നാണ് ഈ പേജിന്റെ അഡ്മിനെതിരായ, അല്ലെങ്കിൽ ഈ പേജ് ആരാണ് എന്ന് സംബന്ധിച്ചതിനെ കുറിച്ചും പോരാളി ഷാജി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിനെ കുറിച്ചും അന്വേഷണം ആരംഭിക്കുന്നതായി കോടതിയിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി പരിശോധിക്കുകയാണ്. ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത ആളെന്ന നിലയ്ക്കാണ് KK ലതികയുടെ ഫോൺ പരിശോധിച്ചതെന്നും പറയുന്നത്. തീർച്ചയായും മനീഷ, ഒരു കാര്യം കൂടി ഏറെ പ്രധാനമായി KK ശൈലജയുടെ പരാജയം വടകരയിൽ CPM-ന് ഏൽപ്പിച്ച പ്രത്യാഘാതം അത് ചെറുതൊന്നുമല്ല, തിരിച്ചടി ചെറുതൊന്നുമല്ല. അതേ സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെക്കുറിച്ച് കാഫിർ പ്രയോഗം CPM-ന് തന്നെ തിരിച്ചടിയാകുന്ന പശ്ചാത്തലം, അത് വലിയ പ്രതിരോധം തന്നെ തീർക്കേണ്ട സാഹചര്യമാണ് CPM-ന്, അല്ലേ? തീർച്ചയായും CPM പ്രതിരോധത്തിലാണ്. കാരണം ഏറ്റവും അധികം ഈ വ്യക്തിപരമായ അതിക്രമങ്ങൾക്ക് ഇരയായ, അതായത് സൈബർ ഇടത്തിൽ ഇരയായത് KK ശൈലജ ടീച്ചറായിരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ. ഒപ്പം അവർക്കെതിരെ മതപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയും വലിയ പ്രചാരണങ്ങൾ നടക്കുകയും ചെയ്തു. അവർ വികാരധീനയായി മാധ്യമങ്ങളുടെ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ CPM ഹാൻഡിലുകളിൽ നിന്നും പുറത്തു വന്ന ഈ സൈബർ പ്രചാരണവുമായി ബന്ധപ്പെട്ട കാഫ് പോലുള്ള പ്രചാരണങ്ങൾ CPM-ന് തീർച്ചയായും തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇനി നേരത്തെ തന്നെ ഈ MV ജയരാജൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഈ അമ്പാടി മുക്ക് സഹാക്കൾ, പോരാളി ഷാജി തുടങ്ങിയ ഹാൻഡിലുകൾ CPM-നെ പ്രീണിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ CPM പ്രചരണ സാമഗ്രികൾ പ്രചരിപ്പിച്ചാണ് ആദ്യം അത് മുന്നോട്ട് പോകുന്നത്. പിന്നീട് മറ്റാരോ അതിനെ വിലക്കെടുക്കുന്നു. CPM വിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അത് സഹാക്കൾക്ക് പോലും മനസ്സിലാവില്ല എന്ന് MV ജയരാജൻ പറഞ്ഞതിനെ ഇതുമായി ചേർത്ത് വായിക്കണം. അതുകൊണ്ട് പൂർണ്ണമായും CPM-ന്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ അമ്പാടിമുക്ക് സഹാക്കൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ അമ്പാടിമുക്ക് സഹാക്കളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, നന്ദി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റ് സുപ്രധാനമായ വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. മേൽക്കൈ നൽകുന്ന, അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം? തീർച്ചയായും രഞ്ജിത്ത്, 50ാമത് ഉച്ചകോടി G7 ഉച്ചകോടി ജൂൺ 13-നാണ് ആരംഭിച്ചത്. ഇന്ന് അത് ജൂൺ 15-ന് ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇപ്പോഴും ഇറ്റലിയിൽ അപുലിയിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അവരുമായി ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേക്ക് വരും മുൻപ് ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നതാണ്. ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സവിശേഷത കൂടി ഈ ഒരു ഉച്ചകോടിക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. AI-യുമായി ബന്ധപ്പെട്ട, അതായത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ആ സെഷനിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ സെഷനിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നത്. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ, ആലപ്പുഴ കായംകുളം CPM ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട പരാജയത്തെ സൂചിപ്പിച്ചാണ് പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വിമർശനങ്ങൾ. ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷന്റെ വെറുതെ എന്ന തലക്കെട്ടോടുകൂടിയ പോസ്റ്റിനെതിരെയാണ് അസഭ്യവർഷം.
ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഇതിനു മുൻപ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് CPM-ന് നേരിടേണ്ടി വന്നത്. ആലപ്പുഴയിൽ കനലൊരു തരി അവിടെ അവസാനിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, CPM-ന്റെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഒരു തുടക്കം കുറിച്ച് പഞ്ചായത്തുകളിലൊന്നായിരുന്നു പത്തിയൂര്. ആ പത്തിയൂർ എല്ലാ കാലത്തും, പത്തിയൂർ അടക്കമുള്ള ഇടങ്ങൾ എല്ലാ കാലത്തും പാർട്ടി കോട്ടയായി ഉറച്ചു നിൽക്കുകയും ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ LDF സ്ഥാനാർത്ഥികൾക്ക് ലീഡ് നൽകുകയും ചെയ്തിരുന്ന ഒരിടമായിരുന്നു കായംകുളം നിയമസഭാ മണ്ഡലവും പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകളുമൊക്കെ. അവിടെയാണ് അതിഭീകരമായ ഒരു പരാജയം CPM-ന് നേരിടേണ്ടതായി വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM പരാജയം നേരിട്ടു എന്ന് മാത്രമല്ല, BJP 1ാം സ്ഥാനത്തേക്ക് അവിടെ എത്തി എന്നുള്ളതാണ്. വളരെ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്ത് അവിടെ BJP കായംകുളം നിയോജക മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് കോൺഗ്രസുമായി നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ വന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കായംകുളം CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഉയർന്നു വന്നൊരു വിമർശനം CPM-നുള്ളിലെ പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെടാതെ പോയതുമാണ് ഇത്തരമൊരു വലിയ പരാജയത്തിലേക്ക് പോവുകയും പ്രവർത്തകർ BJP-യിലേക്ക് പോയതെന്നുമുള്ള ആക്ഷേപം നിലനിന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദ് ആക്ഷൻ മറ്റ് പാർട്ടി അംഗങ്ങളുമായി തന്റെ ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. വെറുതെ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയാണ് പാർട്ടി പ്രവർത്തകരുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വെറുതെ ഇരുന്നത് കൊണ്ടാണ് BJP-യിലേക്ക് ഇത്രയധികം വോട്ടുകൾ ഒഴുകിയത് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അത്തരത്തിൽ BJP വേണ്ടത്ര പ്രവർത്തനം ഏരിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതാണ് ഇത്രയും വലിയ ഒരു പരാജയത്തിലേക്ക് CPM-നെ നയിച്ചതെന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഈ പോസ്റ്റിന് താഴെയായി വന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ തന്നെ ഇരുന്നാൽ മതി, ഇനിയും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് സീറ്റ് നൽകിക്കൊണ്ടായിരിക്കും ഈ വെറുതെ ഇരിപ്പ് തുടരുക എന്നതടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. CPM നേതാക്കന്മാർ BJP-യിലേക്ക് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കായംകുളത്തെ CPM നേതൃത്വം പ്രവർത്തിക്കുന്നതടക്കമുള്ള വലിയ വിമർശനം നിലനിൽക്കുന്നു. അതിനു മുമ്പ് തന്നെ കായംകുളത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കായംകുളത്തെ പ്രമുഖ നേതാവിന്റെ വീട്ടിൽ, യുവ നേതാവിന്റെ വീട്ടിൽ അമ്മയുമായി, അവർ ഏരിയ കമ്മിറ്റി അംഗമാണ്, അവരുമായി BDJS നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനകത്തൊന്നും ഒരു സംഘടനാ നടപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതിനുശേഷമാണ് BJP വൻ നേട്ടം കൈവരിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നു. ഇതിനിടയിൽ പ്രവർത്തകരുടെ വലിയ അസംതൃപ്തി പുകയുകയാണ്. അതിനിടയിലാണ് ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഇപ്പോൾ CPM പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ ആലപ്പുഴ CPM-നുള്ളിൽ ഭിന്നതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നന്ദി. ലോക കേരള സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. 7 മേഖലായോഗങ്ങളുടെ റിപ്പോർട്ടിംഗും പ്രമേയ അവതരണങ്ങളും ഇന്ന് നടക്കും. ലോക കേരള സഭയിൽ നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. VV വിനോദ് വിശദാംശങ്ങളുമായി ചേരും. വിനോദ്, കൂടുതൽ വിവരങ്ങൾ. കുവൈറ്റ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ ഒഴിവാക്കിയാണ് ലോക കേരള സഭ ചേർന്നത്. പ്രതിപക്ഷം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പ്രധാനമായും 102 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ, അതത് മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിന്റെ സമഗ്രമായ ചർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. പ്രധാനമായും മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ നേതൃത്വം നൽകുന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചതും. അപ്പോഴും ലോക കേരള സഭയുടെ ഈ എഡിഷനും വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ലോക കേരള സഭ ചേരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ പ്രവാസി സമൂഹത്തിന് പൊതുവിലോ എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഈ ചർച്ചകളിലൂടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം അത് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാകുന്നുമില്ല. അധിക ചെലവോ അല്ലെങ്കിൽ ദൂർത്തോ ആണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. ഇപ്പോഴും സർക്കാർ ഏതാണ്ട് 3 കോടി രൂപയാണ് ഈ ലോക കേരള സഭയ്ക്കായി ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ എഡിഷനുകളുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ ഇതുവരെയും കൃത്യമായി പുറത്ത് വിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. MA യൂസഫ് അലി അടക്കം ചില പ്രധാന വ്യക്തിത്വങ്ങൾ ഈ എഡിഷനിൽ പങ്കെടുത്തില്ല, ലോക കേരള സഭയിൽ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന പറയേണ്ട ഒരു കാര്യമാണ്. അതിനെ മുഖ്യമന്ത്രി തന്നെ സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണമായി നേരത്തെ വന്നത് അവരുടെ അസൗകര്യങ്ങളാണ്.
ചിലരുടെ അസൗകര്യങ്ങൾ കൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്ന കാര്യമാണ്. പക്ഷേ ഈ ചർച്ചകൾ ഫലവത്താകുന്നില്ല. വേണ്ട വിധത്തിൽ പ്രവാസ ലോകത്തിന് ഉതകുന്ന തരത്തിൽ അവരുടെ ക്ഷേമത്തിനോ തിരിച്ച് കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകളോ അതൊന്നും തന്നെ ഈ ചർച്ചകൾക്ക് അടിസ്ഥാനമായി അതിന് ആനുപാതികമായി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന ആരോപണങ്ങൾ കുവൈറ്റിൽ മരിച്ചവർക്ക് എം എ യൂസഫ് അലി അവരുടെ കുടുംബവും രവിപിള്ള 2 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ അസാന്നിധ്യവും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഭവ്യ. ശരി, നന്ദി. ബി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത് സ്വീകരണം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, അപ്രതീക്ഷിതമായി വന്ന കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ജോർജ് കുര്യന്റെ. അദ്ദേഹം ഇന്ന് സ്വന്തം നാട്ടിൽ എത്തുകയാണ്. വലിയ സ്വീകരണമായിരിക്കും സ്വാഭാവികമായും ബിജെപി അദ്ദേഹത്തിനായി നൽകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും പ്രധാനമായി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന കാര്യത്തിലും തർക്കമില്ല, അല്ലേ? ഭവ്യ, തീർച്ചയായും അത്തരം പല ലക്ഷ്യങ്ങളും ബി ജെ പിയെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ബി ജെ പിയുടെ ഒരു കേഡർ ആയി നിന്ന ഒരാൾ അയാൾ കേന്ദ്രമന്ത്രിയാകുന്നു എന്നത് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രവർത്തകരെ മാത്രമല്ല, പ്രവർത്തിച്ചു വരുന്ന താഴെ തട്ടിലുള്ള നേതാക്കളെ അടക്കം വലിയ ആത്മവിശ്വാസത്തിലാക്കുന്ന ഒരു ഘടകമാണ്. ബി ജെ പിയിൽ സമീപകാലത്ത് പുതുതായി വരുന്ന ആളുകൾക്ക് മാത്രം ഇത്തരം പദവികളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് അത്തരം ആളുകൾക്കും അവസരം കൊടുക്കുക, ഈ പാർട്ടിക്കൊപ്പം വർഷങ്ങളായി നിന്നവർക്കും അവസരം കൊടുക്കുക, ഈ 2 കാര്യങ്ങൾ ഫലത്തിൽ ഇത്തവണ നടന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെത്തുന്ന ഈ ഇദ്ദേഹത്തിന് ജോർജ് കുര്യന് വലിയ സ്വീകരണം നൽകും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണ് ജോർജ് കുര്യൻ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുക. അതിനുശേഷം നേരെ ഈ പരിപാടിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ അദ്ദേഹം ഈ കുവൈറ്റിൽ മരിച്ച വിവിധ ഇടങ്ങളിലെ വിവിധ ഈ ആളുകളുടെ ബന്ധുക്കളെയൊക്കെ കാണുന്നതിനും അദ്ദേഹം പോകുന്നുണ്ട്. എന്തായാലും വലിയ ഒരുക്കങ്ങളോടുകൂടിയാണ് ബി ജെ പി ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശരി, നന്ദി. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഒരു വിഭാഗത്തെയും പിന്നിലായി പോകാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരും. രഞ്ജിത്ത്, G7 ഉച്ചകോടി നടക്കുകയാണ്. തന്ത്രപ്രധാനമായി ഒരുപാട് ചർച്ചകൾക്ക് അവിടെ നടക്കുന്നു. വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. ഒപ്പം ഏറ്റവും പ്രധാനമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു. എന്തിന്റെ സൂചനയാണ്? വിശദാംശങ്ങൾ. തീർച്ചയായും. ഏതായാലും ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ഭവ്യ, ഈ ഉച്ചകോടി പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങി എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പദത്തിലെ 3ാം ഊഴത്തിലെ ആദ്യ വിദേശ സന്ദർശനം കഴിഞ്ഞാണ് നരേന്ദ്രമോദി മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരുമായി നരേന്ദ്രമോദി ഇതിനിടയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ ബന്ധത്തിന്റെ വിള്ളൽ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ച ഏറെ നയതന്ത്ര പ്രാധാന്യം അർഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും പ്രധാനമന്ത്രി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ഇതിനുശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. G7 ഉച്ചകോടിയിൽ വളരെ മികച്ച ഒരു ദിവസമാണ് ഉണ്ടായത്. ലോക നേതാക്കളുമായി വിവിധങ്ങളായ വിഷയങ്ങൾ സംസാരിച്ചു എന്ന് നരേന്ദ്രമോദി പറയുന്നു. ആഗോള സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും ഭാവി തലമുറയ്ക്കായി ഒരു മികച്ച ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും ഫലപ്രദമായ പരിഹാരങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ നമ്മൾക്കത് അംഗത്വമില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ നയതന്ത്ര പ്രാധാന്യം മുന്നിൽ കണ്ടാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള അവസരം നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെ മാർപ്പാപ്പയുമായി ഉണ്ടായ കൂടിക്കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുമുണ്ട്. അത് ഏറെ നിർണായകമായ ഒന്നാണ്. കാരണം ലോക നേതാക്കൾക്കിടയിൽ നരേന്ദ്രമോദിക്ക് മാർപ്പാപ്പ നൽകുന്ന പ്രാധാന്യം അത് ആ വേദിയിൽ തന്നെ വ്യക്തമായിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഒപ്പം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി.
സാങ്കേതിക വിദ്യ വിനാശകരമായല്ല, ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാനുഷിക മൂല്യങ്ങളിൽ നിന്നുള്ള ഭാവിയാണ്, നല്ല ഭാവിയാണ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. നിർമ്മിത ബുദ്ധിയിൽ ദേശീയ നയം രൂപീകരിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്നും അത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ ലോക രാജ്യങ്ങളെ പ്രതിദാനം ചെയ്താണ് ഇന്ത്യ എത്തിയത്. അവരുടെ ആശങ്കകളും മുൻഗണനകളും ഒക്കെ ലോകവേദിയിൽ അറിയിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി നരേന്ദ്രമോദി നിർവഹിച്ചു എന്നാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന G20 ഉച്ചകോടിക്കിടെ ആഫ്രിക്കൻ യൂണിയന് അംഗത്വം നൽകാനായതിന്റെ പ്രാധാന്യം കൂടി മോദി എടുത്തു പറഞ്ഞു. അങ്ങനെ മൂന്നാം ഊഴത്തിൽ തന്റെ ആദ്യ വിദേശ സന്ദർശന ശേഷം നരേന്ദ്രമോദി മടങ്ങി. ഭവ്യ. ശരി, നന്ദി രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആശ്ലേഷിച്ചുകൊണ്ടാണ്, ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ നേരം മാർപ്പാപ്പ ചർച്ച നടത്തി എന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നു എന്നാണ് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. വിവിധ വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും ഈ മാർപ്പാപ്പയുമായുള്ള ചർച്ചയിൽ നടന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ഈ ചർച്ചയ്ക്ക് ശേഷം, ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് വിവിധ രാഷ്ട്രത്തലവന്മാരുടെ മുൻപിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയത്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയം, 2070 ഇന്ത്യ കാർബൺ എമിഷൻ മുക്തമാക്കാനുള്ള ശ്രമം നടത്തുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഇന്നലത്തെ ചർച്ചകളിൽ നടന്നത് AI സാങ്കേതിക വിദ്യയെക്കുറിച്ചായിരുന്നു. ഇന്നലെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായ സെഷൻ നടന്നത്. അതിനുശേഷം തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം. കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ ശബ്ദത്തോടെ പ്രകമ്പനം അനുഭവപ്പെടുകയായിരുന്നു. വെയർ ഹൌസുകളിൽ നിന്ന് ബാർ ഉടമകൾക്ക് ഓൺലൈൻ വഴി മദ്യം വാങ്ങാം. പുതിയ സംവിധാനം ഏർപ്പെടുത്തി ബെഫ്കോ. ലൈസൻസുകളുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇൻഡന്റ് നൽകണമായിരുന്നു. ബെഫ്കോയുടെ ബാങ്ക് അക്കൌണ്ടിൽ പണമടച്ചു ചെല്ലാനും നേരിട്ടിനി ഹാജരാക്കേണ്ടതില്ല. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ ബാർ ഉടമകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ പണി എളുപ്പമായി എന്ന് വേണം കരുതാനല്ലേ? ഭവ്യ, ആ നിലയ്ക്ക് തന്നെയാണ് ചില ഈ സാങ്കേതിക നടപടികൾ അതെല്ലാം ഒഴിവാകുന്ന നിലയ്ക്കാണ് പുതിയ സംവിധാനം ബെഫ്കോ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ലൈസൻസുകളുടെ പ്രതിനിധികൾ ബെഫ്കോയുടെ വെയർ ഹൌസുകളിലേക്ക് എത്തുകയും അവിടെ ഇൻഡന്റ് നൽകുകയും പിന്നീട് ബെഫ്കോയുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്ക് പണം അടച്ച് അതിന്റെ ചെല്ലാൻ ഹാജരാക്കുകയും വേണം. മാത്രവുമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ബാർ നടത്തിപ്പുകാർക്ക് താല്പര്യമുള്ള മദ്യം മറ്റേതെങ്കിലും ജില്ലയിലാണെങ്കിൽ അവിടെ പോയി ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണം. അതിന് കാലതാമസം ഉണ്ടാകും. ഇതിന്റെ ഒരു യാത്രയുടെയും മറ്റും ബുദ്ധിമുട്ട്, സമയത്തിന്റെ ചെലവ്, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ബെഫ്കോ കടന്നിരിക്കുന്നത്. ഈ കേരളത്തിന്റെ ഈ വെയർ ഹൌസുകൾ, അവിടെയുള്ള മദ്യം അത് ഏത് ജില്ലയിലായിരുന്നാലും മറ്റൊരു ജില്ലയിലുള്ള ആൾക്ക് ഓൺലൈൻ വഴി അത് ബുക്ക് ചെയ്യുന്നതിനും അതിന്റെ ഇന്റന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അത് നൽകുന്നതിനും പിന്നീട് അതിന്റെ തുക, ആ പണം അടയ്ക്കുന്നതും ഓൺലൈൻ വഴി സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാം ബാർക്കോഴ വിവാദം കത്തിനിന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടായിരുന്നു. ബാറുകൾ വഴി സെക്കൻഡ്സ് മദ്യം വ്യാപകമായി വിറ്റഴിക്കുന്നു. എക്സൈസ് മന്ത്രി പറഞ്ഞത് UDFന്റെ കാലത്തിനേക്കാൾ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു മന്ത്രി പറഞ്ഞത്. എന്നാൽ ബെഫ്കോയിൽ നിന്ന് മദ്യം വാങ്ങാതെ സ്വകാര്യ ഡിസ്റ്റിലറികളിൽ നിന്ന് ബാറുടമകൾ നേരിട്ട് മദ്യം വാങ്ങുകയും ഇങ്ങനെ വാങ്ങുന്ന ഈ സെക്കൻഡ്സ് മദ്യം അത് വലിയ തോതിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇത് കണക്കിൽ വരുന്നില്ല. അത് ഒരു വലിയ ആരോപണമായി നിൽക്കുമ്പോഴാണ് ബെഫ്കോ ഒരു പുതിയ നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. എളുപ്പത്തിൽ ബാറുടമകൾക്ക് മദ്യം വാങ്ങാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായി ഈ പരിഷ്കാരത്തെ കാണേണ്ടതുമുണ്ട്. ശരി, നന്ദി. ദയവായി തുടരുക. ഒരു വാർത്തയുടെ വിശദാംശം കൂടി അറിയണം. പോലീസിന്റെ ഉന്നതതല യോഗം ഇന്ന് ചേരും. സംസ്ഥാനത്തെ ക്രമസമാധാനം ഉൾപ്പെടെ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിലാണ് യോഗം.
പി.വി. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഈ ഗുണ്ടകളുടെ ഒരു വിളയാട്ടം പ്രത്യേകിച്ചും തലസ്ഥാനത്ത് നമ്മൾ നിരവധി വാർത്തകളിൽ കൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ക്രമസമാധാനം അടക്കം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? 10 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ലോ ആൻഡ് ഓർഡർ ADGP, ഇന്റലിജൻസ് ADGP, ക്രൈംബ്രാഞ്ച് മേധാവി തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പോൾ നടക്കുന്ന ഒരു റിവ്യൂ മീറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഗുണ്ടാ വിളയാട്ടം, അത് സംബന്ധിച്ച വാർത്തകളും വ്യാപകമായ പോലീസിന്റെ അറസ്റ്റുകളും കാപ്പു ചുമത്തലും അടക്കമുള്ള ആ പദ്ധതി ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള അത് വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്. പ്രധാനമായും നമ്മുടെ വാർത്തകൾ തന്നെ ചൂണ്ടുപലകയായിട്ടുണ്ട്. കാരണം കൊച്ചി നഗരത്തിൽ നടക്കുന്ന ഗുണ്ടാ വിളയാട്ടം, അവിടെ ഗുണ്ടകളുടെ വെളിപ്പെടുത്തലുകൾ, ഈ കുടിപ്പക കൊട്ടേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലരും കുറ്റകൃത്യം ചെയ്തിട്ട് വിദേശത്ത് പോകുകയും അവിടെ ഇരുന്ന് ചെയ്യുന്ന രീതി, വലിയ ബിസിനസ്സുകാരുമായുള്ള ബന്ധം, സിനിമാക്കാരുമായുള്ള ഒക്കെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആയുധങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന ഗുണ്ടകൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഒരു ഡിവൈഎസ്പി തന്നെ ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും പെൻഷനാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സസ്പെൻഷനിൽ പോകുന്ന സ്ഥിതിയും ഉണ്ടായി. ഈ നിലയ്ക്ക് സേനയിലെ അച്ചടക്കമില്ലായ്മ, ഏതാണ്ട് ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം 22 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, 20ഓളം പേരെ സസ്പെൻഡ് ചെയ്തു. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരുമെന്നാണ് കരുതുന്നത്. മറ്റൊരു കാര്യം, പോലീസുകാർക്കിടയിലെ ആത്മഹത്യയാണ്. കഴിഞ്ഞ ആഴ്ച മാത്രം 5 ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തത്. ജോലി സമ്മർദ്ദം പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ ജോലി സമ്മർദ്ദത്തിനൊപ്പം തന്നെ, അല്ലെങ്കിൽ അതുമായി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, പലർക്കും ഡിപ്രഷൻ പോലുള്ള അവസ്ഥ, കുടുംബത്തിലെ തകർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ജോലിയുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. 2 SIമാർ അവർ തസ്തിക മാറ്റം നേടി, അതായത് ഇപ്പോൾ ലഭിച്ചിരുന്ന ശമ്പളത്തിനേക്കാൾ കുറഞ്ഞ തസ്തികയിലേക്ക് മാറുന്ന രീതിയും ഉണ്ടായി. ഒരാൾ ഹവിൽദാറായാണ് താഴേക്ക് സ്ഥാനം മാറ്റിയത്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ ക്ലർക്കായി പോവുകയും ചെയ്തു. ഇവരുടെ സഹപ്രവർത്തകർ പറയുന്നത് ജോലിഭാരം തന്നെയാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നതാണ്. ഏതായിരുന്നാലും ഈ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഭവ്യ, ശരി, നന്ദി. പി.വി. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ KSU പ്രതിഷേധത്തിലേക്ക്. കോഴിക്കോട് DD ഓഫീസിന് മുൻപിൽ സൂചനാ ഉപവാസ സമരം നടത്തും. സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയമാണ് സീറ്റ് പ്രതിസന്ധിക്ക് കാരണമെന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധമുടനെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാകുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അമിത പഠനഭാരം വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കരുതെന്നും +1 അധിക ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസം നേടാൻ മലയാളി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകുന്നുവെന്ന് പ്രവാസി സർവേ. കഴിഞ്ഞ വർഷം മാത്രം 2 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കാനായി കേരളം വിട്ടത്. 20.2 ലക്ഷം മലയാളികൾ പ്രവാസ ജീവിതം നയിക്കുന്നതെന്നും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേയിൽ വ്യക്തമാക്കുന്നു. ലോക കേരള സഭയിൽ പ്രകാശനം ചെയ്ത കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് കാര്യമാക്കാതെ ഉന്നത പഠനത്തിനായി മലയാളി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പുറത്ത് പഠിക്കാൻ പോയ 2 ലക്ഷം വിദ്യാർത്ഥികളിൽ 45.6% പെൺകുട്ടികളാണ്. 2018 ഇത് 1.29 ലക്ഷമായിരുന്നു. 152 രാജ്യങ്ങളിലായി 20 ലക്ഷത്തിലേറെ മലയാളികളാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. ഇതിൽ 19.1% സ്ത്രീകളാണ്. ഇവരിൽ 40% യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. പ്രവാസികളായ വനിതകളിൽ 72% പേരും ഡിഗ്രിയോ അതിനു മുകളിലോ വിദ്യാഭ്യാസം നേടിയവരാണ്. പ്രവാസികളായ പുരുഷന്മാരിൽ ഡിഗ്രി വിദ്യാഭ്യാസം നേടിയത് 34% പേർ മാത്രമാണ്. കുടുംബസമേതമുള്ള കുടിയേറ്റങ്ങളും വർദ്ധിക്കുന്നു. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ
കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രവാസികളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വിദേശത്തു പോകുന്നതിൽ മുന്നിൽ കോട്ടയവും പിന്നിൽ മലപ്പുറവുമാണ്. അടുത്ത ബന്ധുക്കളായ പുരുഷന്മാർ വിദേശത്ത് പോയതിനാൽ 10 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കേരളത്തിൽ 5-ൽ 1 കുടുംബവും സ്ത്രീകൾ ചുമതല വഹിക്കുന്നതായതിന് പ്രധാന കാരണവും പുരുഷന്മാരുടെ പ്രവാസ ജീവിതമാണ്. 2,16,893 കോടി രൂപയാണ് കേരളത്തിൽ 2023 ലഭിച്ച നിക്ഷേപമെന്ന് പ്രവാസി സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിൽ പച്ചക്കറി വില വീണ്ടും ഉയരാൻ സാധ്യത. പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് കുറഞ്ഞു. ദിനവും 100 കണക്കിന് പച്ചക്കറി ലോറികൾ എത്തിയിരുന്ന തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം പച്ചക്കറി മാർക്കറ്റാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണിപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയില്ലാത്ത ഒരു കാരണത്താൽ ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. മഴ ഉള്ളതും കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് കാരണം തക്കാളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒസൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് അവിടെ ഇപ്പോൾ 1250 രൂപ ഒരു ബോക്സ് 28 കിലോയുടെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് വില കുറവ്. കൊച്ചി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ പഴയ ആരവങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പച്ചക്കറി ഉൽപ്പാദനം തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി എത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുക തന്നെ ചെയ്യും. വേലന്താവളത്ത് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. കായിക വാർത്തകൾ നോക്കാം. യൂറോ കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനിക്ക് തകർപ്പൻ ജയം. സ്കോട്ട്ലൻഡിനെ 1-നെതിരെ 5 ഗോളുകൾക്ക് തകർത്ത് ആതിഥേയർ വരവറിയിച്ചു. ജർമ്മനിക്കായി ഫ്ലോറിയാൻ വിറ്റ്സ്, ജമാൽ മ്യൂസിയാല, ഹാവിറ്റ്സ്, നിക്കലാസ് ഫുൾക്രക്, എംബ്രേ ഖാൻ എന്നിവരാണ് സ്കോർ ചെയ്തത്.